നമ്മൾ ഒരുപാട് മോളിക്യൂൾസിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നുണ്ടെന്നും അത് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ മോളിക്യൂളുകളായിട്ട് മാറുമ്പോൾ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഫോഴ്സസ് ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ പറയുന്നത്. അവിടെ അയണിക് ബോണ്ട് ഫോർമേഷനെ കുറിച്ച് പറഞ്ഞു, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പലതരം അട്രാക്റ്റീവ് ഫോഴ്സുകളെ കുറിച്ചും ബോണ്ടുകളെ കുറിച്ചും മോളിക്യൂൾസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ മോളിക്യൂൾസ് നോർമലി ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ O3 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, ആരാണ് ഈ O3 എന്ന് പറയുന്നത്? നമ്മുടെ ഓസോൺ ആണ്. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഓസോൺ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഫോം ചെയ്യുക. അതാണ് O3. ഈ O3 എന്ന് പറയുന്ന മോളിക്യൂളിന് പ്രത്യേകിച്ച് ഒരു ചാർജ് നമ്മൾ കാണില്ല, ഇല്ലല്ലോ. അതുപോലെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് CO2, ഇതിൽ ഒരു ചാർജ് ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. CO2 എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആയിട്ടല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ H2O, നോക്കിയേ, H2O അതൊരു ന്യൂട്രൽ മോളിക്യൂൾ അല്ലേ? അതിൽ ഏതെങ്കിലും ആറ്റത്തിന് മുകളിൽ ഒരു ചാർജ് ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എൻ്റെയും വിശ്വാസം അത് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഈ മോളിക്യൂൾസിനെ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സംശയം, ഇതിൽ ആറ്റങ്ങൾക്ക് മുകളിലൊക്കെ ചില ചാർജുകൾ വരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക്. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കൺഫേം ആക്കണം അല്ലേ? അങ്ങനെ കൺഫേം ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോർമൽ ചാർജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ പോകുന്നത്. എന്താണ് വിളിക്കുക? ഫോർമൽ ചാർജ്. അതായത് ഈ മോളിക്യൂളുകളൊക്കെ പുറമേക്ക് ന്യൂട്രൽ ആണ് എന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ ആറ്റങ്ങൾക്ക് മുകളിൽ ചാർജുകൾ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെ വരുന്ന ചാർജിനെയാണ് ഞാൻ എന്ത് വിളിക്കാന്നറിയോ? ഫോർമൽ ചാർജ് എന്ന് വിളിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു മോളിക്യൂളിന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാന്നറിയോ? അതിനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം ഞാൻ. ഓക്കെ, ശ്രദ്ധിച്ചോടാ. ഫോർമൽ ചാർജ് ഇസ് ഈക്വൽ ടു FC എന്ന് ഞാൻ എഴുതുന്നത് ഫോർമൽ ചാർജിന് പകരമാണ്. ഫോർമൽ ചാർജ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഫ്രീ ആറ്റം. എന്താണ്? ആ മോളിക്യൂളിലെ ഏത് ആറ്റത്തിന് മുകളിലുള്ള ഫോർമൽ ചാർജ് ആണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ ആറ്റത്തിന്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എടുക്കുക. അതൊരു ഫ്രീ ആറ്റമായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ് എന്നെടുക്കുക. മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, തീർന്നില്ല. മൈനസ് നമ്പർ ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺ. ഇക്വേഷൻ കണ്ടോ? കുറച്ച് വലിയ ഇക്വേഷൻ ആണ് അല്ലേ? എന്താണ് പറയുന്നത്? നമുക്ക് ഏതൊരു മോളിക്യൂളിലെയും ഒരു പർട്ടിക്കുലർ ആറ്റത്തിന് മുകളിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ എ ഫ്രീ ആറ്റം മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺ. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്തായിരുന്നു? ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആയിരുന്നു. ആ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ നമ്മൾ ഓരോ ആറ്റത്തിന് ചുറ്റും വാലൻസ് ഇലക്ട്രോൺസിനെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. കാരണം ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വാലൻസ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചുള്ള കളി എന്നുള്ളതാണ് അല്ലേ? ഒരു തരം ചൂതുകളിയാണത്. ഒരു തരം ഗസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ശ്രദ്ധിച്ചോടാ, ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ ഇക്വേഷനിലെ ഈ ഒരു ഭാഗം മാത്രം എന്തായാലും പറയുന്നത് നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺസിന്റെ ഹാഫ് അല്ലേ, മൈനസ് നമ്പർ ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺ. ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരച്ചില്ല മക്കളെ? ആ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരച്ചപ്പോൾ നിങ്ങൾ ഒരു ആറ്റത്തിന് ചുറ്റും അവിടെ നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്ത വാലൻസ് ഇലക്ട്രോൺസ് ഇല്ലേ, അതാണ് ഈ ഒരു പോർഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ മൈനസ് അൺഷെയർഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആറ്റത്തിന് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്ത വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ചാർജ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം നമുക്ക്? ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ the valence electrons in a free atom and valence electron assigned for that atom in Lewis structure. അതായത് ഒരു ആറ്റം ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ വാലൻസ് ഇലക്ട്രോണും അതേ ആറ്റം ഒരു മോളിക്യൂളായിട്ട് ഇരിക്കുമ്പോൾ ലൂയിസ് സ്ട്രക്ചർ അനുസരിച്ച് അതിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വാലൻസ് ഇലക്ട്രോണും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫോർമൽ ചാർജ് എന്ന് പറയാം. ഞാൻ ഒന്നുകൂടി പറയാം. ഫോർമൽ ചാർജ് can be defined as the difference between the number of valence electrons in a free atom and the number of valence electrons assigned to that atom in Lewis structure.
ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മോളിക്യൂൾ ഒന്നോ രണ്ടോ മോളിക്യൂളുകൾ എടുത്തിട്ട് അതിൽ ആറ്റങ്ങൾക്ക് മുകളിലുള്ള ഫോർമൽ ചാർജ് എത്രയാണ് എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ക്ലിയർ ആവുക. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഈ വലിയ ഇക്വേഷൻ ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ചെറുതാക്കിയിട്ട് ശ്രദ്ധിച്ചോടാം. ഫോർമൽ ചാർജ് ഓൺ ആൻ ആറ്റം ഇൻ എനി മോളിക്യൂൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഫ്രീ ആറ്റത്തെ ഞാൻ വി എന്നും മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോണിനെ എസ് എന്നും മൈനസ് നമ്പർ ഓഫ് അൺഷെയർഡ് ഇലക്ട്രോണിനെ യു എന്നും കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നുകൂടി ഷോർട്ട് ആയല്ലോ അല്ലേ? പക്ഷേ ഈ ലെറ്ററൊക്കെ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണേ. അതില്ലാന്നുണ്ടെങ്കിൽ പിടിവിട്ടു പോകും കേട്ടോ. ഓക്കെ. അപ്പോൾ ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു വി വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ഫ്രീ ആറ്റം മൈനസ് ഹാഫ് ഇൻറ്റു ഷെയർഡ് ഇലക്ട്രോൺ മൈനസ് അൺഷെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓസോൺ നമ്മൾ ആദ്യം എടുക്കുന്ന ഏത് മോളിക്യൂളാണ്? ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂളാണ്. എന്താണ് അതിന്റെ ഫോർമുല? O3 ആണ്. അപ്പോൾ ഇതിന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കണം എന്നറിയോ? ഓസോണിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കണം. അപ്പോൾ ഞാൻ അത് ആദ്യം ഒന്ന് വരച്ചു തരാം. ഓസോണിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ഓക്സിജൻ ആറ്റങ്ങളാണ്. ഓക്കെ, ഈ ഓക്സിജനെ ഞാൻ നമ്പർ 1 എന്നും ഇതിനെ നമ്പർ 2 എന്നും ഇതിനെ നമ്പർ 3 എന്നും എടുക്കുകയാണ്. ഓക്കെ, 3 ഓക്സിജൻ ആറ്റങ്ങൾക്ക് ഞാൻ നമ്പർ കൊടുത്തു. ഇനി ഇവിടുത്തെ ബോണ്ടിങ്ങും കാര്യങ്ങളും ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ലൂയിസ് ഡോട്ട് സ്ട്രക്ചറും കൃത്യമായി പറഞ്ഞുതരാം. ആദ്യത്തെ 2 ഓക്സിജനുകൾക്കിടയിൽ ഡബിൾ ബോണ്ടും ഈ 2 ഓക്സിജനിടയിൽ ഒരു കോർഡിനേറ്റ് ബോണ്ടും ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഓക്സിജന് ചുറ്റും ഇനി എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും? 1, 2. ഓക്കെ, ഇനി ഇതിന് ചുറ്റും ഉണ്ടാവാൻ സാധ്യതയുള്ള വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. നോക്കിയേ, ആ ഓക്സിജൻ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആക്കിയില്ലേ? 2 വാലൻസ് ഇലക്ട്രോൺ, ഇവിടെ 2 ബോണ്ട്, 4 ഇലക്ട്രോൺ ആയി, 5, 6. ഇവിടുത്തെ ഈ ബോണ്ടിൽ ഇവിടെ ഒരു ബോണ്ട്, 2 ഇലക്ട്രോൺ, 8. 6 × 2 8. അപ്പോൾ 2, 4, 6, 8 വാലൻസ് ഇലക്ട്രോൺ ആയി. ഈ ഓക്സിജന്റെ അവസ്ഥ എന്താ? 2 ബോണ്ട് ഫോം ചെയ്തു, 4 ഇലക്ട്രോണുകൾ ആൾറെഡി യൂസ് ചെയ്തു. ഇനി അതിൽ 4 ഇലക്ട്രോൺസ് കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ 4 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുക? അൺഷെയർഡ് കൊടുത്തു. ഈ ഓക്സിജന്റെ അവസ്ഥ എന്താ? ഒരു ബോണ്ടാണുള്ളത്, അപ്പോൾ 2 ഇലക്ട്രോൺ കിട്ടി. ഇനി അതിന് 6 ഇലക്ട്രോൺ കൂടി വേണം അല്ലേ? ഓക്കെ, ആ 6 ഇലക്ട്രോൺസിൽ എന്താണ്? അൺഷെയർഡ് ആണ്. സോ ദിസ് ഈസ് ദ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഓഫ് ഓസോൺ മോളിക്യൂൾ. ഇനി നമ്മൾ ഈ 1, 2, 3 എന്ന് നമ്പർ ചെയ്തിരിക്കുന്ന ഓരോ ഓക്സിജന്റെയും മുകളിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ പോവാണ്. ലെറ്റ് us start with the first oxygen. ഫസ്റ്റ് ഓക്സിജൻ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്സിജൻ നമ്പർ 1 O1 എന്നെടുക്കാം. ഇനി അതിന്റെ ഫോർമൽ ചാർജ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ആൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇനി ഞാൻ വീണ്ടും എഴുതുന്നില്ല. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഫ്രീ ആറ്റം. ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും? 6. അതാണ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ ആറ്റം മൈനസ് ഹാഫ് ഇൻറ്റു എസ് എന്താണ്? നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ. ഈ ഓക്സിജൻ ആറ്റം എത്ര ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നുണ്ട്? ഒരു ബോണ്ട് ഫോം ചെയ്യാൻ 2 ഇലക്ട്രോൺ ആണ്. ഒരു ബോണ്ട് ഫോം ചെയ്യാൻ 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 2, 4, 6 ഷെയർഡ് ഇലക്ട്രോൺ ഉണ്ട് അതിന് ചുറ്റും. കറക്റ്റ് ആണേ? ഒരു ബോണ്ടിൽ 2 ഷെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ 2 ബോണ്ടിൽ 4, 3 ബോണ്ടിൽ 6. 3 ബോണ്ടല്ലേ ആ ഓക്സിജൻ ചുറ്റുമുള്ളത്? 6 മൈനസ് എത്ര അൺഷെയർഡ് ഇലക്ട്രോൺ ഉണ്ട്? 2. സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 6 മൈനസ് ഹാഫ്, സോറി, 6 minus half into 6, 3 minus 2. So this is equal to 6 minus 5 and is equal to +1. നോക്കണം നിങ്ങൾ, O3 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ മുകളിൽ ചാർജ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഈ 1 എന്ന് നമ്പർ ചെയ്തിരിക്കുന്ന ഓക്സിജൻ ആറ്റം ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഒരു +1 ചാർജ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇല്ലല്ലോ. നമ്മൾ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത് അവിടെ ഒരു +1 ചാർജ് ഉണ്ട് എന്നുള്ളത്. ഇതിനു മുമ്പ് നമുക്കത് അറിയില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഓക്സിജനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? നമുക്ക് ബാക്കിയുള്ള ഓക്സിജന്റെ കാര്യം ഇവിടെ നോക്കിയാലോ. അപ്പോൾ ആ ചാർജ് ഞാൻ ഇതിന് മുകളിൽ എഴുതാം. ഈ ഓക്സിജന് മുകളിൽ ഒരു +1 ചാർജ് ഉണ്ട്. ശരി, ഇനി നമ്മൾ രണ്ടാമത്തെ ഓക്സിജൻ എടുക്കാം. സെക്കൻഡ് ഓക്സിജൻ എടുക്കാം, O2. നോക്കിക്കോട്ടാ, സെക്കൻഡ് ഓക്സിജൻ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ ഇൻ ഫ്രീ ഓക്സിജൻ ആറ്റം? 6. കാരണം ഓക്സിജൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എപ്പോഴും 6 ആയിരിക്കും. ഓക്കെ, കാരണം അത് 16ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. മൈനസ് ഹാഫ് ഇൻറ്റു ഷെയർഡ് ഇലക്ട്രോൺ. ഈ ഓക്സിജൻ എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്? 2. അപ്പോൾ എത്ര ഷെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും? 4. സോ ഹാഫ് ഇൻറ്റു 2 മൈനസ് അൺഷെയർഡ് ഇലക്ട്രോൺ 1, 2, 3, 4. ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 6 മൈനസ്
2 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 6 ഈസ് ഈക്വൽ ടു 0. സമാധാനം. അപ്പോൾ ഈ ഓക്സിജന് മുകളിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്, ചാർജ് ഒന്നുമില്ല, അത് ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റമാണ്, ഫോർമൽ ചാർജ് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓക്സിജൻ നോക്കിയാലോ? യെസ്, നോക്കിക്കോടാ. O3 മൂന്നാമത്തെ ഓക്സിജൻ ആറ്റം. ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ ആറ്റം 6 മൈനസ് ഹാഫ് ഇൻറ്റു ഷെയർഡ് ഇലക്ട്രോൺ. എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്? ഒറ്റ ബോണ്ടേ ഉള്ളൂ. അപ്പോൾ ഷെയർഡ് ഇലക്ട്രോൺ എത്രയാ? 2 മൈനസ് അൺഷെയർഡ് ഇലക്ട്രോൺ 1 2 3 4 5 6 അൺഷെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 1 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. നോക്കടോ, ഈ ഓക്സിജന് മുകളിൽ ഒരു -1 ചാർജ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് O3 എന്ന് പറയുന്നതിന് ഒരു ചാർജ് ഇല്ലാതെ പോയതെന്ന്? കാരണം ഈ ഓക്സിജന് മുകളിലുള്ള +1 ചാർജും ഈ ഓക്സിജന് മുകളിലുള്ള -1 ചാർജും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഓക്സോൺ എന്ന് പറയുന്ന മോളിക്യൂളിന് ചാർജ് ഒന്നുമില്ല നമ്മൾ കാണുന്നത് പോലെ, പക്ഷെ അതിനുള്ളിൽ ചില ടെക്നിക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനുള്ളിലെ ആറ്റങ്ങളിൽ ചിലർക്കൊക്കെ എന്തുണ്ട്? ഇൻഡിവിജ്വൽ ചാർജുകളുണ്ട്. ആ ഇൻഡിവിജ്വൽ ചാർജുകളെയാണ് നമ്മൾ ഫോർമൽ ചാർജ് എന്ന് വിളിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഓസോൺ മോളിക്യൂളിലെ 3 ആറ്റത്തിലെയും ഫോർമൽ ചാർജുകൾ നമ്മൾ ചെക്ക് ചെയ്തു. അതിൽ 2 പേർക്ക് ഈ ഓക്സിജനും ഫോർമൽ ചാർജുകളുണ്ട്. ഇവിടെ +1ഉം അവിടെ -1 ആണ്. ഇത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് SO2 സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിലെ ഓരോ ആറ്റത്തിലെയും ഫോർമൽ ചാർജാണ്. ഏതാണ് മോളിക്യൂള്? SO2 എന്ന് പറയുന്ന മോളിക്യൂളാണ്. SO2. ഓക്കെ, എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഇതിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കണം. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ SO2ൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. സൾഫർ സെൻറ്ററിൽ ഇവിടെ ഒരു ഓക്സിജൻ ആറ്റം, ഇവിടെ ഒരു ഓക്സിജൻ ആറ്റം. അതിലെ ആദ്യത്തെ ഓക്സിജനും സൾഫറും തമ്മിൽ ഒരു ഡബിൾ ബോണ്ടാണ്. രണ്ടാമത്തെ ഓക്സിജനും സൾഫറും തമ്മിൽ കോർഡിനേറ്റ് ബോണ്ടാണ്. ഇങ്ങനെയാണ് വരിക. ഇനി ഈ ഓക്സിജന് ചുറ്റും 4 അൺഷെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഓക്സിജന് ചുറ്റും 6 അൺഷെയർഡ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. സൾഫറിന് ചുറ്റും 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, സോ ദിസ് ഈസ് ദ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഓഫ് SO2. ഇത് നമ്മൾ ഇതിൻ്റെ ഫോർമൽ ചാർജ് കാണാൻ പോകാം. അപ്പോൾ ഇത് സൾഫറാണ്. ഈ ഓക്സിജന് 1 എന്നും ഈ ഓക്സിജന് 2 എന്നും ഞാൻ എടുക്കുകയാണ്. നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ശരി, എങ്ങനെയാണ് നമ്മൾ ഫോർമൽ ചാർജ് കാണാം? ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു formal charge is equal to number of valence electrons in the free atom minus half into number of shared electron minus number of unshared electron. ഓക്കെ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് സൾഫറിൻ്റെ ആണ്. സോ ഫോർമൽ ചാർജ് ഓൺ സൾഫർ ഇസ് ഈക്വൽ ടു, നോക്കിക്കോ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ സൾഫർ ആറ്റം. ഒരു സൾഫർ ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് 16ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. അതിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവുക? 6 മൈനസ് ഹാഫ് ഇൻറ്റു സൾഫർ, ഷെയർഡ് ഇലക്ട്രോൺസ്. നോക്ക്, 1 2 3 ബോണ്ടാണ് അത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഷെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും, 6 മൈനസ് അൺഷെയർഡ് ഇലക്ട്രോൺ 2. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു +1 എന്ന് കിട്ടും. നോക്ക്, ഈ സൾഫറിന് മുകളിൽ +1 എന്ന് പറയുന്ന ഒരു ഫോർമൽ ചാർജ് വരുന്നുണ്ട്. ഇനി ഒന്നാമത്തെ ഓക്സിജൻ എടുക്കാം, ഓക്സിജൻ 1. ഓക്കെ, ഫസ്റ്റ് ഓക്സിജൻ, സൾഫർ അല്ല, ഫസ്റ്റ് ഓക്സിജൻ. ഫോർമൽ ചാർജ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ ഓക്സിജൻ ആറ്റം. ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും? 6 മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ. 2 ബോണ്ടാണ് അത് ഫോം ചെയ്യുന്നത്. 2 ബോണ്ട് എന്ന് പറയുമ്പോൾ 4 ഷെയർഡ് ഇലക്ട്രോൺ, 4 മൈനസ് നമ്പർ ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺ 1 2 3 4 അൺഷെയർഡ് ഇലക്ട്രോൺ. ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 മൈനസ് 6 ആണ്, ദാറ്റ് ഈസ് 0. അപ്പോൾ ഈ ഓക്സിജന് മുകളിൽ ഫോർമൽ ചാർജ് ഇല്ല. ഇനി രണ്ടാമത്തെ ഓക്സിജൻ എടുക്കാം, O2, സെക്കൻഡ് ഓക്സിജൻ. ഫോർമൽ ചാർജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ ഓക്സിജൻ ആറ്റം 6 മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ. ഒരൊറ്റ ബോണ്ടേ ഉള്ളൂ, സോ ഷെയർഡ് ഇലക്ട്രോൺ ഇസ് 2 മൈനസ്
Number of unshaded electrons 1, 2, 3, 4, 5, 6. 6 unshaded electrons. 6. That is equal to 6 minus 7 and is equal to minus 1. So ഈ ഓക്സിജന് മുകളിലൊരു minus 1. നോക്ക്, അപ്പോൾ ഈ +1 ചാർജും ഈ -1 ചാർജും ക്യാൻസലായി പോകുന്നതുകൊണ്ടാണ് SO2 എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത ഒരു ന്യൂട്രൽ മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഫോർമൽ ചാർജും നമ്മൾ നേരത്തെ പറഞ്ഞ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട്. അത് ആൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ ഫോർമൽ ചാർജിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഫ്രീ ആറ്റം ആൻഡ് number of valence electrons assigned to that atom in Lewis dot structure ആണ് അല്ലേ. മാത്രമല്ല നമ്മൾ ഈ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വെച്ചുകൊണ്ട് തന്നെയാണ് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, മറ്റൊരു കാര്യം, ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മറ്റൊരു ബന്ധമുണ്ട് ഈ രണ്ടുപേരും തമ്മിൽ. എന്താണെന്നറിയോ? നമുക്കൊരു മോളിക്യൂളിന് ഒന്നിലധികം ലൂയിസ് സ്ട്രക്ചറുകൾ വരയ്ക്കാം, ശരിയല്ലേ? ഒന്നിലധികം ലൂയിസ് സ്ട്രക്ചറുകൾ വരയ്ക്കാം. പക്ഷേ അതിലൊരു ലൂയിസ് സ്ട്രക്ചർ മാത്രമേ ശരിയാവുള്ളൂ. അതും നമുക്കറിയാം. ഏത് ലൂയിസ് സ്ട്രക്ചറാണ്? എല്ലാ ആറ്റങ്ങൾക്കും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആകുന്ന രീതിയിലുള്ള നമ്പർ ഓഫ് ഷെയ്ഡ് പെയർസും അൺഷെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് മാത്രമായി മാറുമ്പോൾ അതിനെയാണ് നമ്മളതിൻ്റെ കറക്റ്റ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയാം. അതല്ലാതെ നമുക്ക് ഒരുപാട് വരയ്ക്കാം, പക്ഷെ അതൊക്കെ തെറ്റായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് വിചാരിക്കും. ഇതൊന്നും അറിയാതെ നിങ്ങൾ അതിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുക, പല ലൂയിസ് ഡോട്ട് സ്ട്രക്ചറുകൾ വരയ്ക്കുകയാണ് നമ്മൾ, ഏതാണ് കറക്റ്റ് എന്നറിയാതെ. എന്നിട്ട് ഈ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറുകളിലെല്ലാം നമ്മൾ ഓരോ ആറ്റത്തിൻ്റെയും ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിച്ചോ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നില്ല, നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുകയാണ് എന്ന് വിചാരിച്ചോ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിലും ഒരേ ആറ്റങ്ങൾക്ക് മുകളിൽ വ്യത്യസ്ത ചാർജുകൾ കിട്ടുന്നതായിട്ട് തോന്നും. കാരണം ഇപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. അപ്പോൾ ആ കറക്റ്റ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ നമുക്ക് ഈ സൾഫറിന് മുകളിലൊരു +1ഉം ഓക്സിജന് മുകളിലൊരു -1ഉം കിട്ടി. ഈ ഓക്സിജൻ ന്യൂട്രലാണെന്ന് കിട്ടി. ഇങ്ങനെ ഇതേ മോളിക്യൂളിൻ്റെ ഒരുപാട് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറുകൾ വരച്ച് നിങ്ങൾക്ക് നോക്കാം. അതൊന്നും ശരിയാവില്ല, എന്നാലും വരച്ചു നോക്കാം. എന്നാൽ അതിൽ ഓരോ ആറ്റത്തിൻ്റെയും ഇതുപോലെ ഓരോ ആറ്റത്തിൻ്റെയും കുത്തിയിരുന്ന് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക നിങ്ങൾ. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കുറവ് ഫോർമൽ ചാർജ് വരുന്നത് ഏത് സ്ട്രക്ചറിലാണോ അതാണ് അതിൻ്റെ കറക്റ്റ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കൊരു മോളിക്യൂളിൻ്റെ ഒന്നിലധികം ലൂയിസ് ഡോട്ട് സ്ട്രക്ചറുകൾ വരച്ചു നോക്കാം. എന്നിട്ട് അത് കറക്റ്റ് ആണോ എന്നറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഓരോ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിലും എല്ലാ ആറ്റങ്ങളുടെയും ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ ഏത് സ്ട്രക്ചറിലാണ് ആറ്റങ്ങൾക്ക് മുകളിൽ ഏറ്റവും കുറവ് ഫോർമൽ ചാർജ് വരുന്നത് എന്ന് നോക്കാം. ആ സ്ട്രക്ചർ ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു റിലേഷൻ കൂടി ഉണ്ട് ആരൊക്കെ തമ്മിൽ? ഫോർമൽ ചാർജും ലൂയിസ് ഡോട്ട് സ്ട്രക്ചറും തമ്മിൽ. എന്താണ് എ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ? The correct Lewis dot structure or the actual Lewis dot structure of a molecule will have less formal charge on its atoms. ഒരു മോളിക്യൂളിൻ്റെ കറക്റ്റ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിലാണ് ആറ്റത്തിന് മുകളിൽ ലെസ് ഫോർമൽ ചാർജുകൾ ഉണ്ടാവുക. ഫോർമൽ ചാർജ് കുറയുന്നതിനനുസരിച്ച് ആ മോളിക്യൂളിൻ്റെ എനർജി കുറയുന്നു എന്നാണ് അർത്ഥം. എനർജി കുറയുമ്പോഴല്ലേ മോളിക്യൂൾ സ്റ്റേബിൾ ആവുക. അപ്പോൾ അതായിരിക്കും ആ മോളിക്യൂളിൻ്റെ ശരിയായ സ്ട്രക്ചർ. അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. The correct Lewis dot structure of a molecule is the one in which less formal charge is present on its atoms. Okay, octet rule. ഇത് നമ്മൾ മുന്നേ പറഞ്ഞതാണല്ലോ അല്ലേ? പിന്നെ എന്തിനാണ് നമ്മളിത് വീണ്ടും ഇവിടെ പറയുന്നത്? കാര്യമുണ്ട്. കാരണം നമ്മൾ ഈ ചാപ്റ്റർ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് ഒക്റ്ററ്റ് റൂൾ എന്ന് പറയുന്ന റൂളുണ്ട്. ഈ റൂൾ അനുസരിച്ചാണ് ആറ്റങ്ങളെല്ലാം സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഓടി നടക്കുന്നത് അല്ലേ? ആണ്. ഈ റൂൾ അനുസരിച്ചാണ് അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നതും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതും കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നതും എല്ലാം ഈ റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? അപ്പോൾ ഈ ബോണ്ടുകളുടെ എല്ലാം കൺകണ്ട ദൈവമാണ് ആര്? ഒക്റ്ററ്റ് റൂൾ. കാരണം ഒക്റ്ററ്റ് റൂൾ ഇല്ലായിരുന്നെങ്കിൽ ആറ്റങ്ങൾക്ക് എങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടണമെന്നറിയാതെ തേരാപാര നടന്നേനെ. ശരിയല്ലേ? ആണ്. എന്നാൽ ഈ കൺകണ്ട ദൈവത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഒരുപാട് കേസുകളിൽ ഒക്റ്ററ്റ് റൂൾ എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അല്ലാത്ത കേസുകളുണ്ട്. ഓക്കെ, ഒരുപാട് മോളിക്യൂളുകളുടെ കേസുകളിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് അല്ലാത്ത മോളിക്യൂളുകളുണ്ട്. പക്ഷേ ആ മോളിക്യൂൾസ് ഒക്കെ വളരെയധികം സ്റ്റേബിളുമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണല്ലോ ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആവുക. ഇപ്പോൾ CO2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, ആ മോളിക്യൂൾ സ്റ്റേബിൾ ആവുന്ന എപ്പോഴാണ്? അതിൽ ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആക്കുമ്പോഴാണ്. അവരുടെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് അല്ലേ? അങ്ങനെ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അത് അൺസ്റ്റേബിൾ ആണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എന്നാൽ ഒരുപാട് സ്റ്റേബിൾ മോളിക്യൂളുകളിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് അല്ലാത്ത കേസുകളുണ്ട്. അല്ലെങ്കിൽ ഒക്റ്ററ്റ് റൂള്
അപ്ലിക്കബിൾ അല്ലാത്ത കേസുകളുണ്ട്, ഒബേ ചെയ്യാത്ത കേസുകളുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻസ് അഥവാ പോരായ്മകൾ. സോ ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ. ലിമിറ്റേഷൻസ്. ശരി, ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മോളിക്യൂൾസ് കാണിച്ചു തരാം. നോക്കിക്കോടാ, ആരാണത്? ലിത്തിയം ക്ലോറൈഡ്. ആരാണത്? ബെർലിയം ഫ്ലൂറൈഡ്. ഇതാരാ? ബോറോൺ ട്രൈക്ലോറൈഡ്. ഓക്കെ, ഈ മൂന്ന് ഞാനിപ്പോൾ എന്തിനാണ് ഈ മൂന്ന് മോളിക്യൂൾസിനോട് എഴുതിയെന്നറിയോ? ഈ മൂന്ന് പേരും ഒക്ടറ്റ് റൂള് ഒബേ ചെയ്യുന്നില്ല എന്ന് കാണിക്കാനാണ്. എന്നാലോ ഈ മൂന്ന് പേരും ഭയങ്കര സ്റ്റേബിളാണ്. അവർക്ക് സ്റ്റെബിലിറ്റിക്ക് യാതൊരു കുഴപ്പമില്ല, എന്നാൽ അവർ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല. പറയട്ടെ എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോട്ടെ. ലിത്തിയം ക്ലോറൈഡ്. ലിത്തിയം ക്ലോറിനുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ലിത്തിയം ക്ലോറൈഡിൽ ലിത്തിയം ആറ്റവും ക്ലോറിനും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. ക്ലോറിൻ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും? ക്ലോറിനിൽ 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ 7 വാലൻസ് ഇലക്ട്രോൺസിന്റെ കൂടെ ഈ ഒരു ബോണ്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ 8 ആയി. അപ്പോൾ ക്ലോറിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണ്. ശരിയാണല്ലോ? ഇനി സംശയമുള്ള ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇലക്ട്രോണുകൾ ഡോട്ടുകളായിട്ട് കൊടുക്കാം. ക്ലോറിനിൽ 7 വാലൻസ് ഇലക്ട്രോൺസ് ആയിരുന്നു. ആ 7 വാലൻസ് ഇലക്ട്രോൺസിൽ ഒരു ഇലക്ട്രോണിയാണ് ഷെയർ ചെയ്തത്. അപ്പോൾ 7 × 1 8 ഇലക്ട്രോൺസ് ആയി. ലിത്തിയം എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് ലിത്തിയത്തിൽ? 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ലിത്തിയത്തിലുള്ളത്. എത്ര ഇലക്ട്രോൺസ് ആണ്? 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ലിത്തിയത്തിലുള്ളത്. ഒരൊറ്റ വാലൻസ് ഇലക്ട്രോൺ ആണ് ലിത്തിയത്തിലുള്ളത്. എത്രയാണ്? ഒരു വാലൻസ് ഇലക്ട്രോണേ ലിത്തിയത്തിലുള്ളൂ. കാരണം ലിത്തിയം ഒന്നാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. ദർ ഇസ് ഓൺലി 1 വാലൻസ് ഇലക്ട്രോൺ. ആ ഒരു വാലൻസ് ഇലക്ട്രോണിനെയാണ് ലിത്തിയം ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലിത്തിയത്തിന് ആ ഒരു വാലൻസ് ഇലക്ട്രോണിനെയും ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാലൻസ് ഇലക്ട്രോൺ ചേർത്ത് എത്ര വാലൻസ് ഇലക്ട്രോൺ ആയി? 2. 8 ആയോ? 8 ആയിട്ടില്ല. പക്ഷേ ഈ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. ലിത്തിയത്തിന് 8 വാലൻസ് ഇലക്ട്രോൺ ഇല്ല, എന്നിട്ട് ഈ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. ഒക്ടറ്റ് റൂൾ തെറ്റല്ലേ? തെറ്റാണ്. അപ്ലിക്കബിൾ ആണോ അവിടെ? അപ്ലിക്കബിൾ അല്ല. ബെർലിയം ഫ്ലൂറൈഡ്. എന്താ ബെർലിയം ഫ്ലൂറിന്റെ അവസ്ഥ? 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ ബെർലിയത്തിന് ചുറ്റും നിരന്ന് അങ്ങനെ കിടക്കും. ബെർലിയം ഈ 2 ഫ്ലൂറിനുമായിട്ടും സിംഗിൾ കോവാലൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇനി ഫ്ലൂറിൻ, ഈ ഫ്ലൂറിന്റെ അവസ്ഥ എടുക്കുക. 17ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. 17ാമത്തെ ഗ്രൂപ്പിലെ മെമ്പർ ആകുമ്പോൾ ഫ്ലൂറിൻ 7 വാലൻസ് ഇലക്ട്രോണിനെയും കൊണ്ടാണ് ഈ കളിക്ക് ഇറങ്ങുന്നത്. അതിൽ ഒരെണ്ണത്തെയാണ് ഷെയർ ചെയ്തത്. അപ്പോൾ 7 × 1 8. ഫ്ലൂറിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഇവിടെ സെയിം ആണ്. 7 വാലൻസ് ഇലക്ട്രോൺ, 6 എണ്ണം അൺഷെയർഡ് ആയിരിക്കും. 7ാമത്തെ വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. അപ്പോൾ ഇവിടെയും 8 ഇലക്ട്രോൺ, 8 വാലൻസ് ഇലക്ട്രോൺ ആയി. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. പക്ഷേ ബെർലിയത്തിന്റെ അവസ്ഥയോ? 2ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ് ബെർലിയം. എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും? 2 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. അതിൽ ഒരു വാലൻസ് ഇലക്ട്രോൺ ഇവിടെയും ഒരു വാലൻസ് ഇലക്ട്രോൺ ഇവിടെയും ഷെയർ ചെയ്താൽ 2 4 വാലൻസ് ഇലക്ട്രോൺ ആണ് ഇപ്പോൾ ബെർലിയത്തിലുള്ളത്. പക്ഷേ ബെർലിയത്തിന് അതൊരു പ്രശ്നമല്ല. ഈ മോളിക്യൂൾ എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. ഒരു കുഴപ്പമോ മോളിക്യൂളിനില്ല, അത് സ്റ്റേബിളും ആണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല. ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്തോ? ഇല്ല. ഓക്കെ. BCl3 എന്ന് പറയുന്ന മോളിക്യൂള് ബോറോൺ സെന്ററിലും 3 ക്ലോറിനുമാണ് ഉണ്ടാവുക. ഓക്കെ, ഈ 3 ക്ലോറിനുമായിട്ടും ബോറോൺ സിംഗിൾ ബോണ്ട് വരച്ച് ഫോം ചെയ്തിട്ടുണ്ടാവും. ക്ലോറിൻ എന്ന് പറയുന്നത് 17ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിലൊരു വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. അപ്പോൾ 8 വാലൻസ് ഇലക്ട്രോൺ ആയി. ഈ ക്ലോറിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. 7 വാലൻസ് ഇലക്ട്രോൺസിൽ ഒരു വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. 8 വാലൻസ് ഇലക്ട്രോൺ ആയി. ഇവിടെയും അതെ, 7 വാലൻസ് ഇലക്ട്രോണിൽ ഒരെണ്ണത്തെ ഷെയർ ചെയ്തിട്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ബോറോണിൻ്റെ അവസ്ഥയോ? 13ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. എത്ര വാലൻസ് ഇലക്ട്രോൺ ആ ബോറോണിന് ഉണ്ടാവുക? 3 വാലൻസ് ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ആ 3 വാലൻസ് ഇലക്ട്രോണിൽ ഒരെണ്ണത്തെ ഇതിലും ഷെയർ ചെയ്തു. അപ്പോൾ 3ഉം ഷെയറിങ് വഴി കിട്ടുന്ന 3ഉം ചേർന്ന് 6 ആയുള്ളൂ ബോറോണിൽ. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല. പക്ഷെ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്, ഒരു കുഴപ്പമില്ല. ഒക്ടറ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുന്നൊന്നുമില്ല മോളിക്യൂൾസ് സ്റ്റേബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മോളിക്യൂൾസിനൊക്കെ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഈ മോളിക്യൂൾസിലെല്ലാം സെൻട്രൽ ആറ്റത്തിൽ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം 8ലും താഴെയാണ്. ഓക്കെ, ഇത്തരം മോളിക്യൂൾസിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾസ് എന്ന് പറയാം. ഓക്കെ, എന്താ വിളിക്കുക? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ. അപ്പോൾ ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻസിൽ ഏറ്റവും ആദ്യത്തെ ലിമിറ്റേഷൻ ആണെന്ത്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾസ്.
ലിമിറ്റേഷൻ നമ്പർ 1, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ. ഓക്കെ, ഒക്ടറ്റ് റൂൾ അനുസരിക്കാത്ത മോളിക്യൂളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ആര്? ഈ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് വിളിച്ചത്? അവരുടെ സെൻട്രൽ ആറ്റത്തിൽ ലെസ് ദാൻ 8 ഇലക്ട്രോൺസേ ഉള്ളൂ. സോ ദേ ആർ കോൾഡ് ആസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, സോ ഇതെല്ലാം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ്. ശരി, ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് മോളിക്യൂൾസിനെ കാണിച്ചു തരട്ടെ ഞാൻ. ഒക്ടറ്റ് റൂള് അപ്ലിക്കബിൾ അല്ലാത്ത നെക്സ്റ്റ് കേസ്. ഞാൻ അതേ മോളിക്യൂൾസ് പറയാം, നോക്കിക്കോട്ടാ. PCl5, phosphorus pentachloride. SF6, sulfur hexafluoride. IF7. ഓക്കെ, ഈ മോളിക്യൂൾസിൻ്റെയൊക്കെ പ്രശ്നം എന്താ അറിയോ നിങ്ങൾക്ക്? നോക്കിക്കോ, ഇവിടെ ഫോസ്ഫറസിന് ചുറ്റും, ഞാൻ ഇനി അതിൻ്റെ സ്ട്രക്ചർ ഒന്നും വരയ്ക്കുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇനി ഫോസ്ഫറസ് എന്ന് പറയുന്നത് എത്രാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്? 15ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. ഫോസ്ഫറസിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും? 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫോസ്ഫറസിന്റെ വാലൻസ് ഇലക്ട്രോൺസിനാണ് 5. ശരി, പ്ലസ് ആ 5 വാലൻസ് ഇലക്ട്രോണിൽ എത്ര എണ്ണത്തെ അത് ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും? 5 ക്ലോറിനല്ലേ? ഓരോ ക്ലോറിനുമായിട്ടും സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. അത് അങ്ങനെ ഓരോ ക്ലോറിനുമായിട്ടും സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ 5 ക്ലോറിനുമായിട്ട് അത് 5 സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ കയ്യിലുള്ള 5 ഇലക്ട്രോണിനെയും ഫോസ്ഫറസ് ഷെയർ ചെയ്യും. 5 ഇലക്ട്രോണിനെയും ഫോസ്ഫറസ് ഷെയർ ചെയ്താൽ ടോട്ടൽ ഫോസ്ഫറസിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ആയി? 10 ഇലക്ട്രോൺസ് ആയി. 5 + 5 10 ഇലക്ട്രോൺസ് ആയി. ഫോസ്ഫറസിന് ചുറ്റും 10 ഇലക്ട്രോൺസ് ആയി. 10 വാലൻസ് ഇലക്ട്രോൺസ് ആയി. 8 സ്റ്റെബിലിറ്റിക്ക് വേണ്ടതേ. എത്രയായി? 10 ആയി. എന്നാൽ PCl5 സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല, ഉഷാറായിട്ട് നിൽക്കും. അത് യാതൊരുവിധ പ്രശ്നവും അതിനില്ല. ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണത്. പക്ഷേ ഫോസ്ഫറസ് എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിൽ 8 കൂടുതൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒക്ടറ്റ് റൂൾ പരാജയമാണ്. ഇനി SF6 സൾഫർ, 16ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ് സൾഫർ. അപ്പോൾ അതിൻ്റെ കയ്യിൽ 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ എത്ര എണ്ണത്തെ ഷെയർ ചെയ്യുന്നുണ്ടാവും? 6 എണ്ണത്തെ ഷെയർ ചെയ്യണം. കാരണം 6 ഫ്ലൂറിനുണ്ട്. ഓരോ ഫ്ലൂറിനുമായിട്ടും സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ഓരോ ഫ്ലൂറിനുമായിട്ടും സിംഗിൾ ബോണ്ട് ഫോം ചെയ്താൽ 6 ഫ്ലൂറിനുമായിട്ട് 6 സിംഗിൾ ബോണ്ട്. അപ്പോൾ 6 6 12 ഇലക്ട്രോൺസ് ആയി. 6 കയ്യിലുണ്ട്. 6 ഷെയറിങ് വഴി 12 വാലൻസ് ഇലക്ട്രോൺസ് ആയി സൾഫറിൽ. 8 കടന്ന് ഒരുപാട് മുന്നോട്ട് പോയി. ഒക്ടറ്റ് റൂൾ എവിടെയാ? കാണാനില്ല. ശരിയല്ലേ? സോ ഇവിടെയും സെൻട്രൽ ആറ്റമായ സൾഫറിൽ 8 കൂടുതൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ SF6 എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ഒരു കുഴപ്പവും ഇതിനില്ല. ഇനി IF7, 17ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ് ഈ അയോഡിൻ. 7 വാലൻസ് ഇലക്ട്രോൺസ് അതിന് കയ്യിലുണ്ടാവും. അതിൽ എത്ര എണ്ണത്തെ ഫ്ലൂറിനുമായി ഷെയർ ചെയ്യണം? 7 ഫ്ലൂറിനാണ്. ഒരു ഫ്ലൂറിന് ഒരെണ്ണത്തെ ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ 7 ഫ്ലൂറിനും കൂടി 7 എണ്ണത്തെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 7 + 7, 7 എണ്ണം കയ്യിലുണ്ടായിരുന്നു. ഷെയർ ചെയ്യുമ്പോൾ 7 എണ്ണം കൂടി കിട്ടും, 14. ആലോചിച്ച് നോക്കി, 8 ഇലക്ട്രോൺ വേണമെന്ന് പറഞ്ഞിട്ട് 14 ഇലക്ട്രോൺ. ഒക്ടറ്റ് ഒബേ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കേസുകളിൽ ഒന്നും തന്നെ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇതിലെല്ലാം സെൻട്രൽ ആറ്റത്തിൽ 8 കൂടുതൽ വാലൻസ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മോളിക്യൂൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ്. എന്താ വിളിക്കുക? സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ്. അപ്പോൾ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത അടുത്ത ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ്. ഇവരെല്ലാം സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ് ആണ്. ബിക്കോസ് ദേ ഹാവ് മോർ ദാൻ 8 ഇലക്ട്രോൺസ് ഇൻ ദെയർ സെൻട്രൽ ആറ്റം. ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത മറ്റൊരു കൂട്ടം ആളുകൾ. ഒക്ടറ്റ് റൂളിൻ്റെ 3ാമത്തെ ലിമിറ്റേഷൻ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒക്ടറ്റ് റൂൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 8 ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിൽ ഉണ്ടായാലേ ആറ്റം സ്റ്റേബിൾ ആവൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നോബിൾ ഗ്യാസുകളെ കണ്ടിട്ടാണ് അല്ലേ? 18ാമത്തെ ഗ്രൂപ്പിലെ നോബിൾ ഗ്യാസുകളെ കണ്ടിട്ടാണ്. കാരണം നോബിൾ ഗ്യാസുകളുടെ എല്ലാം വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ സ്റ്റേബിൾ ആയത്. അവർ സ്റ്റേബിളുമാണ്. അവർ സ്റ്റേബിൾ ആയത് എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ആറ്റങ്ങളോടും എല്ലാവരും പോയിട്ട് 8 ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ചെയ്തോ എന്നാൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആവാ എന്ന് പറഞ്ഞത് ഒക്ടറ്റ് റൂൾ അനുസരിച്ച്. പക്ഷേ പണി എവിടെയോ പാളിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ നോബിൾ ഗ്യാസുകളിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? സെനോൺ. ആരാണ്? സെനോൺ. നോബിൾ ഗ്യാസുകൾ പൊതുവെ റിയാക്ഷനിലൊന്നും പങ്കെടുക്കുന്നില്ല എന്നാണ് നമ്മുടെ വിചാരം.
അതുകൊണ്ട് തന്നെ അവർ കോമ്പൗണ്ടുകളൊന്നും ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവരെ സ്റ്റേബിൾ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? നോബിൾ ഗ്യാസുകൾ റിയാക്ഷനിൽ പങ്കെടുക്കുകയോ കോമ്പൗണ്ടുകളെ ഫോം ചെയ്യുകയോ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൈ ദേ ആർ സ്റ്റേബിൾ. കാരണം അവരുടെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളവരാരും റിയാക്ഷനിൽ പങ്കെടുക്കില്ല, കോമ്പൗണ്ടുകളെ ഫോം ചെയ്യില്ല. അപ്പോൾ ഈ കോമ്പൗണ്ടുകളോ കണ്ടോ നിങ്ങൾ? എന്താ അത്? സെനോൺ ഡൈഫ്ലൂറൈഡ്. ഇതെന്താ? സെനോൺ ഹെക്സാഫ്ലൂറൈഡ്. ഇതെന്താ? സെനോൺ ടെട്രാഫ്ലൂറൈഡ്. ഇതെന്താ? സെനോൺ ഹെക്സാഫ്ലൂറൈഡ്. ഇതൊക്കെ സെനോണിന്റെ കോമ്പൗണ്ട്സ് അല്ലേ? ആണല്ലോ. ആരാ ഈ സെനോൺ? സെനോൺ ആരാ? നോബിൾ ഗ്യാസ് ഫാമിലിയിലെ ഒരാൾ, സ്റ്റേബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞ ഒരാൾ, വാലൻസിൽ 8 ഇലക്ട്രോണുകളുമായിട്ട് എല്ലാം തികഞ്ഞവനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആള്. അങ്ങനെ പറഞ്ഞു നടക്കുന്ന സെനോൺ റിയാക്ഷനിൽ പങ്കെടുക്കാനോ ഈ കോമ്പൗണ്ടുകളെ ഫോം ചെയ്യാനോ പാടുണ്ടോ? ഇല്ല. പക്ഷേ സെനോൺ ഫോം ചെയ്യുന്നുണ്ട്. സെനോണിന്റെ കോമ്പൗണ്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്തതിൽ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ആര്? കോമ്പൗണ്ട്സ് ഓഫ് നോബിൾ ഗ്യാസുകൾ. ഓക്കെ, സോ തേർഡ് ലിമിറ്റേഷൻ, കോമ്പൗണ്ട്സ് ഓഫ് നോബിൾ ഗ്യാസസ്. ഒക്ടറ്റ് റൂൾ ശരിയാണെങ്കിൽ നോബിൾ ഗ്യാസുകൾ റിയാക്ഷനിൽ പങ്കെടുക്കാനും പാടില്ല, നോബിൾ ഗ്യാസുകളുടെ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനും പാടില്ല. പക്ഷേ ഈ കോമ്പൗണ്ടുകൾ ഫോം ചെയ്തല്ലോ, ഈ കോമ്പൗണ്ടുകളെ കണ്ടുപിടിച്ചല്ലോ. അതിനർത്ഥം ഈ കേസുകളിൽ, ചില നോബിൾ ഗ്യാസുകളുടെ കേസുകളിൽ ഒക്ടറ്റ് റൂൾ ബാധകമാവുന്നില്ല. നോബിൾ ഗ്യാസ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, മറ്റൊരു ഡ്രോബാക്ക് ശ്രദ്ധിച്ചോടാ. NO എന്ന് പറയുന്നൊരു മോളിക്യൂൾ. ഓക്കെ, NO എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ. ഈ മോളിക്യൂളിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഞാൻ വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ. ഇതിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ നൈട്രജനും ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ടാണ്. ഓക്കെ, മ്യൂച്വൽ ഷെയറിംഗ് ആണ്, 2 കോവാലന്റ് ബോണ്ടാണ്. അപ്പോൾ ഇനി ഓക്സിജൻ ചുറ്റും എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവുക? ആകെ 6 വാലൻസ് ഇലക്ട്രോൺസ് ആണല്ലോ ഓക്സിജൻ ഉള്ളത്. അതിൽ 2 ആണല്ലോ ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി 4 കൂടി ഉണ്ടാവും. ശരി, നൈട്രജൻ എത്ര വാലൻസ് ഇലക്ട്രോൺസാ? 5 വാലൻസ് ഇലക്ട്രോൺസാണ്. കാരണം 15ാമത്തെ ഗ്രൂപ്പിലെ മെമ്പറാണ്. 5 വാലൻസ് ഇലക്ട്രോൺസ് 2 ആണല്ലോ ഷെയർ ചെയ്തത്. ഇനി എത്ര എണ്ണം ബാക്കി ഉണ്ടാവും? 3 ബാക്കി ഉണ്ടാവും. ശരിയല്ലേ? ആണോ? നിങ്ങൾ ഈ മോളിക്യൂളിലെ നൈട്രജന്റെയും ഓക്സിജന്റെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയോ എന്നൊന്ന് നോക്കിയേ. ഓക്സിജന്റെ ആദ്യം നോക്കിക്കോ ഒരു സമാധാനത്തിന്. ഓക്സിജനിൽ 6 വാലൻസ് ഇലക്ട്രോൺ, 1 2 3 4, 2 ബോണ്ടും. അപ്പോൾ ഈ 2 ബോണ്ടൊന്നും കൂടി 4 ഇലക്ട്രോണിനെ കിട്ടും. പിന്നെ ഒരു 4 ഇലക്ട്രോൺ ഇവിടെ കിടക്കുന്നുണ്ട്. 4 4 8 ഇലക്ട്രോൺ. ഓക്സിജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, അതിന് 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. നൈട്രജനോ 5 വാലൻസ് ഇലക്ട്രോൺസാണ്. 1 2 3, 3 അവിടെ കിടക്കുന്നുണ്ട്. 2 ബോണ്ട് ഉണ്ട്. 2 ബോണ്ടിൽ നിന്ന് 4, അപ്പോൾ 3 4 7 അല്ലടോ ആയുള്ളൂ. 8 ആയോ? 8 ആയില്ലല്ലോ. അപ്പോൾ ഈ മോളിക്യൂള് ഒരു എക്സെപ്ഷൻ അല്ലേ? ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്തൊരു മോളിക്യൂൾ അല്ലേ? ആണ്. ഇതുപോലെ അനേകം മോളിക്യൂളുകളുണ്ട്, ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാത്ത അനേകം മോളിക്യൂളുകളുണ്ട്. ആ മോളിക്യൂളുകളൊക്കെ നമ്മൾ എന്താണ് വിളിക്കാന്നറിയോ? മോളിക്യൂൾസ് ഹാവിങ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. കാരണം ഇവിടെ ഈ നൈട്രജൻ ചുറ്റും എത്ര ഇലക്ട്രോൺ ഉള്ളത്? 1 2 3. സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരച്ചപ്പോഴൊന്നും ആറ്റത്തിന് ചുറ്റും ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അൺഷെയർഡ് ഇലക്ട്രോണുകളായിട്ട് വന്നിട്ടില്ലായിരുന്നു. നമ്മൾ വരച്ച ലൂയിസ് ഡോട്ട് സ്ട്രക്ചറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏത് മോളിക്യൂൾ നിങ്ങൾ എടുത്താലും അതിൽ അൺഷെയർഡ് ഇലക്ട്രോണുകളുടെ നമ്പർ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. 2 4 6 ആയിരിക്കും. അതല്ലാതെ 1 3 5 ഒന്നും വന്നിട്ടില്ല അൺഷെയർഡ് ഇലക്ട്രോണുകളുടെ നമ്പർ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ 3 അൺഷെയർഡ് ഇലക്ട്രോണാണ്. അതൊരു ഓഡ് നമ്പർ അല്ലേ? ആണ്. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് എ മോളിക്യൂൾ ഇസ് കോൾഡ് ആസ് മോളിക്യൂൾ ഹാവിംഗ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ 4ാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മോളിക്യൂൾസ് ഹാവിംഗ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ഒബേ ചെയ്യുന്നില്ല? ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, 5ാമത്തെ ലിമിറ്റേഷൻ. ഇതിനെല്ലാം പുറമെ വളരെ വലിയൊരു ഡ്രോബാക്ക് കൂടി അതിനുണ്ട്. ആറ്റങ്ങൾ 8 ഇലക്ട്രോണുകളെ വാലൻസ് ഷെല്ലിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പൈൻ ചെയ്യുന്നു എന്നാണ് ഒക്ടറ്റ് റൂളിൽ പറയുന്നത്. അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ ആറ്റങ്ങൾക്കിടയിൽ എനർജി ചേഞ്ചുകൾ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ ചില ആറ്റങ്ങൾ എനർജി വലിച്ചെടുക്കുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. ചില ആറ്റങ്ങൾ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനർജി ചേഞ്ചുകളെ കുറിച്ചൊന്നും
ആറ്റം എനർജി അബ്സോർബ് ചെയ്യാണോ ആറ്റം എനർജി റിലീസ് ചെയ്യാണോ എന്നൊന്നും ഒക്ടറ്റ് റൂളിൽ പറയുന്നില്ല. ഒക്ടറ്റ് റൂളിൽ പറയുന്നത് ആറ്റങ്ങളെല്ലാം സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, മറ്റ് ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എനർജി ചേഞ്ചുകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് ഒക്ടറ്റ് റൂളിന്റെ മറ്റൊരു പോരായ്മയാണ്. ഓക്കെ, സോ ഇറ്റ് ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ അബൌട്ട് എനർജി ചേഞ്ചസ്. സോ നോ ഇൻഫർമേഷൻ about energy changes. എനർജി ചേഞ്ചുകളെ കുറിച്ച് ഇൻഫർമേഷൻ ഇല്ല. സോ ദീസ് ആർ ദ മെയിൻ ഡ്രോബാക്സ് ഓഫ് ദ മെയിൻ ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ. അപ്പോൾ ഒക്ടറ്റ് റൂളിനെയും തലയിലേറ്റ് നടക്കേണ്ട കാലം കഴിഞ്ഞു. ഒക്ടറ്റ് റൂളിന് ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മൾ അറിഞ്ഞ പോരായ്മ ഇത്രയുമാണ്, ഇനി അറിയാത്ത പോരായ്മകൾ ഒരുപാടുണ്ട്. തൽക്കാലം നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒക്ടറ്റ് റൂളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്കൊരു ബോണ്ട് ഫോർമേഷനെ പറയാനായിട്ട് പറ്റില്ല. കാരണം അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്.